ദേ നമുക്ക് ഇന്ന് ഈ അഗ്ലോണിമേനെ റിപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇതാകെ അങ്ങ് പോയി വേരൊക്കെ പൊന്തി വന്നു കേട്ടോ. ആകെ ഒരൊറ്റ ചെടി പിന്നെ വളർന്ന് ഇങ്ങനെ 5-6 ചെടി ആയതാണ്. അപ്പോൾ എന്തിനാ ഇങ്ങനെ ഇടക്കിടക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഇതുപോലെ ആയി പോകും. ആകെ അതായത് മൊത്തം ചെടികൾക്ക് വളരാനായിട്ടുള്ള സ്പേസും ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ വേണ്ടത്ര വളവും കാര്യങ്ങളൊക്കെ കിട്ടാണ്ടാകുമ്പോൾ ഇങ്ങനെ വേരൊക്കെ പൊന്തി ആകെ നാശമായി പോവും. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് 5 പ്ലാന്റ് കിട്ടി കേട്ടോ. അപ്പോൾ ഞാൻ ആ കരിഞ്ഞ ഇലയും കാര്യങ്ങളൊക്കെ വെട്ടി മാറ്റുക. പിന്നെ നീളമുള്ള വേരുകളൊക്കെ നമുക്ക് വെട്ടിക്കളയാം. കാരണം എന്തായാലും പുതിയ വേരും കാര്യങ്ങളൊക്കെ വന്നോളും. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് മൊത്തം വെട്ടിക്കളഞ്ഞ് ഒതുക്കി കുഞ്ഞ് പ്ലാന്റ് ആക്കിയാണ് നടാൻ പോകുന്നത്. അപ്പോൾ ഇതേ മൊത്തത്തിൽ നമുക്ക് 5 പ്ലാന്റ് നല്ല അടിപൊളി പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിനൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആ നിന്ന ചട്ടിയിൽ തന്നെ കുറച്ച് ചാണാനും കാര്യങ്ങളൊക്കെ ചേർത്ത് അതിനകത്തേക്കാണ് കേട്ടോ ഒന്ന് നടുന്നത്. പിന്നെ 2 ചെറിയ ഒരു പോട്ടിലേക്കാണ് നടുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ മണ്ണല്ല, നമ്മുടെ പോട്ടിംഗ് മിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് കുറച്ച് ചാണകം കൂടി മിക്സ് ചെയ്തിട്ട് പോട്ടിംഗ് മിക്സിലാണ് കേട്ടോ നടന്നത്. മണ്ണൊന്നും കിട്ടാനില്ല, അതുകൊണ്ടാണ് ഈ പോട്ടിംഗ് മിക്സൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ 2 എണ്ണം അതിനകത്തേക്ക് നട്ടു. പിന്നെ 3ാമത്തെ ചട്ടിയിൽ ഇതുപോലെ തന്നെ പോട്ടിംഗ് മിക്സും ചാണാനും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഈ 2 പ്ലാന്റ് നടുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് കുറച്ച് നാൾ കഴിയുമ്പോഴേക്ക് ഇതിൽ പുതിയ വേരും കാര്യങ്ങളും ഇലയും കാര്യങ്ങളൊക്കെ വന്ന് ഇനിയും ഇതുപോലെ പഴയ പോലെ കുറേ ചെടികളായിട്ട് ഇത് നിറയും. അപ്പോൾ നമ്മൾ വീണ്ടും ഇത് റീപോർട്ട് ചെയ്ത് കൊടുക്കണം. ഇത് മുന്നേ റീപോർട്ട് ചെയ്ത പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പില്ലേ.